അലഹബാദ് ഹൈക്കോടതി വിധി അട്ടിമറിക്കാൻ ശ്രമിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധി അതൊരു ചരിത്രമാണ്. അതേപോലെ തന്നെയല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ നിർത്തി മോദി ശ്രമിക്കുന്നത് എന്നൊരു ആരോപണം പറഞ്ഞാൽ സാർ അതിനെങ്ങനെ നോക്കിക്കാണും? തീർച്ചയായിട്ടും ഒരു മോഡി ഭക്തന്, ഒരു BJP-കാരന്, ഒരു RSSകാരന് പറഞ്ഞു നിൽക്കാൻ പറ്റുന്നൊരു ന്യായമാണ് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ. ഞാനിപ്പോൾ പറഞ്ഞ സെൻറ്റൻസും ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിൻ്റെ പശ്ചാത്തലം 1971 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം അലഹബാദ് ഹൈക്കോടതിയിൽ കേസുണ്ടാവുകയും രാജീവ് നാരായൺ എന്ന് പറഞ്ഞ MP കേസ് കൊടുക്കുകയും ഇന്ദിരയുടെ ഇലക്ഷനെതിരായിട്ട് കേസ് കൊടുക്കുകയും അലഹബാദ് ഹൈക്കോടതി ജഗ്മോഹൻ സിൻഹ എന്ന് പറഞ്ഞ ജഡ്ജി ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ അസാധുവായി പ്രഖ്യാപിച്ചു. മാത്രമല്ല, അടുത്ത 6 വർഷത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്നൊരു ഓർഡറും കൂടെ കൂട്ടത്തിലുണ്ടായി. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ സ്ഥാനം നിലനിർത്തണമെങ്കിൽ, അധികാരം നിലനിർത്തണമെങ്കിൽ, കോൺഗ്രസ് പാർട്ടിയിലുള്ള ഹോൾഡ് നിലനിർത്തണമെങ്കിൽ ഈ വിധിയെ മറികടന്നേ പറ്റൂ. ഈ വിധിയെ മറികടക്കാനുള്ള എളുപ്പ വഴിയായി കണ്ടെത്തിയ മാർഗമാണ്, ഇന്ദിരാഗാന്ധി കണ്ടെത്തിയ മാർഗമാണ്, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ഉപദേശകരുടെ പ്രേരണയാൽ കണ്ടെത്തിയ മാർഗം എന്ന് കുറച്ചുകൂടി പറയാം, മാർഗമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. അതോടുകൂടി പൗരാവകാശങ്ങൾ ഇവിടെ മാറ്റിമറിക്കപ്പെട്ടു. ലോക്സഭയുടെ കാലാവധി വേണം നീട്ടാവുന്നതായി. അങ്ങനെ ഒത്തിരി നിയമങ്ങൾ വരെയും മൊറാർജി ദേശായി, ചന്ദ്രശേഖർ, ജയപ്രകാശ് നാരായണ ഉൾപ്പെടെയുള്ള ധാരാളം നേതാക്കളെ ജയിലിലടക്കുകയും ചെയ്തു. പല പ്രസിദ്ധീകരണങ്ങളും നിർത്തേണ്ടി വന്നു. എല്ലാ പ്രസിദ്ധീകരണങ്ങൾക്കും സെൻസർഷിൽ ഏർപ്പെടുത്തി. അപ്പോൾ ഇതേ കാഴ്ചപ്പാടിൽ തങ്ങൾക്കെതിരായി വരുന്ന എല്ലാ എതിർപ്പുകളെയും നിയമത്തിൽ കൂടി അടിച്ചമർത്താനുള്ള വകുപ്പുകളായിരുന്നു അടിയന്തരാവസ്ഥയിലുണ്ടായിരുന്നത്. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് അതുപോലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ശ്രമം ഇവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. മോഡി അത് ആവർത്തിക്കുകയാണ്. ഇവിടെ കോടതി വഴിയല്ല വരുന്ന, ഇലക്ഷൻ കമ്മീഷൻ വഴിയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ നോക്കുന്നത്. അത് അങ്ങ് ബീഹാറിലും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും എല്ലാം ചെയ്യുന്നത് പോലെ കേരളത്തിൽ വരെ ഇപ്പോൾ വ്യക്തമായ തെളിവുകൾ വന്നു കഴിഞ്ഞു. അപ്പോഴും ചോദിക്കുന്ന തെളിവെന്താണെന്ന് ആര് ചോദിക്കുന്നത്? നേതാക്കൾ ചോദിക്കുന്നത്. BJP-യുടെ തെളിവെന്താണെന്നാണ് ചോദിക്കുന്നത്. കോടതിയും ചോദിക്കുന്ന തെളിവെന്താണെന്ന്. ഈ തെളിവ് ആരുടെ കയ്യിലിരിക്കുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കയ്യിലിരിക്കുന്ന സാധനം. ഒരു ഫോൺ കോൾ കൊണ്ട് അറിയാനുള്ള കാര്യം അത് തെളിവ് കൊണ്ടുവരാൻ പറയുകയാണ്. അതിൻ്റെ അർത്ഥം ജനങ്ങളെ എങ്ങനെ കബളിപ്പിക്കാൻ പറ്റും എന്ന് ഗവേഷണം നടത്തുന്ന കൂട്ടത്തിലാണ് അവർ. പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അത് ബിൽഡപ്പ് ചെയ്യുന്നത്, അതിൻ്റെ റെപ്യൂട്ടേഷൻ ബിൽഡപ്പ് ചെയ്യുന്നത് നീണ്ട വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ട്രയൽ ആൻഡ് എററിൽ കൂടെയാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ, ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ രൂപപ്പെടുത്തിയത് ധാരാളം മാറ്റം മറിച്ചുകളിൽ കൂടിയാണ്. ബാലറ്റിൻ്റെ ചെയ്യുന്ന രീതി തന്നെ മാറ്റി. ആദ്യം കൈകൊണ്ട് കുത്തുന്നാക്കി, പിന്നെ വെള്ളടയാളം മാറ്റി, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നു. അപ്പോൾ അങ്ങനെ പല രീതിയിലാണ് ഇത് നടന്നിരിക്കുന്നത്. പക്ഷേ വോട്ടേഴ്സ് ലിസ്റ്റ് എന്നുള്ള മൗലികമായ ഇതിൻ്റെ ഹൃദയം എന്ന് പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റാണ്. ആ വോട്ടറുടെ ബാലറ്റ് പേപ്പറിലെ പേരാണ്. ആ പേര്, ആ ഹൃദയം കീറി മുറിച്ച് പല കഷ്ണമാക്കി, ജനാധിപത്യത്തിൻ്റെ ആ ഹൃദയം കീറി മുറിച്ച് പല കഷ്ണങ്ങളാക്കി കൊണ്ടു കൊടുക്കുകയാണ്. ഇവിടെ ഒരു ഫ്ലാറ്റിൽ തന്നെ, തൃശ്ശൂർ ഒരു ഫ്ലാറ്റിൽ തന്നെ 89 പേരെയാണ് ചേർത്തിരിക്കുന്നത്. അത് ആ 89 പേരെ ചേർത്തൊന്നും പറഞ്ഞില്ലല്ല പ്രശ്നം. എല്ലായിടത്തും തിരഞ്ഞെടുപ്പിൽ കള്ളത്തരം നടക്കുന്നുണ്ട്. പക്ഷേ അത് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ പെർമിഷനോടെയാണ്. അതിന് എതിർക്കാൻ തയ്യാറാകുന്നില്ല. ഇതെന്താ അവിടെ സംഭവിക്കുന്ന അവസാനം ജനാധിപത്യ സംവിധാനങ്ങളിൽ വിശ്വാസമില്ലാത്ത ഒരു ജനതയുടെ മുമ്പിലുള്ള പിന്നത്തെ മാർഗം എന്താണ്? അരാജകത്വമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ, ഇന്ത്യ എന്നുള്ള രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെട്ടിരുന്നത് ഒറ്റ കാര്യത്താലാണ്. നമുക്ക് ചുറ്റുമുള്ള രാജ്യങ്ങൾ, പാകിസ്ഥാനായാലും ബംഗ്ലാദേശ് ആയാലും ബർമ്മയായാലും ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, ശ്രീലങ്കയായാലും എല്ലാം നിരന്തരം ഓരോ വർഷം തോറും പട്ടാള ഭരണവും കൊലപാതകങ്ങളും കൊണ്ട് അധികാര കൈമാറ്റം നടന്നുകൊണ്ടിരുന്നു. ഇന്ദിരാഗാന്ധി കൊലപാതകം നടന്നു, അത് പിന്നീട് പറയേണ്ട കേസാണ്, അത് വേറെ കേസ്. അപ്പോൾ ഇങ്ങനെ അധികാര കൈമാറ്റം നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്തിൽ നിന്നും വ്യത്യാസമായി ശാന്തവും സമാധാനപരവുമായ അധികാര കൈമാറ്റം നടന്ന, സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും ജനസംഖ്യയുള്ള രാജ്യം ലോകത്ത് പറയില്ല, അമേരിക്ക പോലും ഇല്ല. ജനാധിപത്യ രാജ്യം എന്ന് നമ്മൾ എടുത്തു പറയണം. ജനാധിപത്യം കൊണ്ട് ഇന്ത്യ എപ്പോഴും ഡിഫറൻ്റ് ആണ്. അതാണ് നമുക്കാകെയുള്ള പോസിറ്റീവ് പോയിന്റ് ജനാധിപത്യം. അത് വലിയ കുഴപ്പം കൂടാതെ പരിപാലിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതിന് നമ്മൾ കോൺഗ്രസിന് മാർക്ക് കൊടുക്കണം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കോൺഗ്രസ് തന്നെ അത് പിൻവലിക്കേണ്ടി വന്നു. ബഹുജന പ്രക്ഷോഭത്തിൻ്റെ പേരിലാണെങ്കിലും അത് പിൻവലിക്കേണ്ടി വന്നു. മോഡി ഇപ്പോൾ ഇത് മൈൻഡ് ചെയ്യാൻ നടക്കുക.
മറുപടി പറയാൻ പോലും മോഡി കൂട്ടാക്കുന്നില്ല. അപ്പോൾ അവിടെ ആരാ മോഡി ആരാ എന്ന്? ഈ ജനാധിപത്യത്തിൻ്റെ തകർച്ച ഉണ്ടായാൽ ആ സെക്കൻഡിൽ ഇന്ത്യ എന്നുള്ള രാജ്യം ശിഥിലമാകും. ഒരു അധികാര ശക്തിക്കും പിടിച്ചു നിർത്താൻ പറ്റുന്നതല്ല ഇത്. മോഡിയേക്കാൾ പ്രധാനപ്പെട്ട ഒരു രാജാക്കന്മാർ ഒരു രാജ്യത്തുണ്ടായിരുന്നു. ഇന്ത്യ അവർക്കാർക്കും ഇന്ത്യ യോജിപ്പിക്കാൻ പറ്റാതെ വന്നെ ആലോചിച്ച് നോക്കണം. പൃഥ്വിരാജ് ചൗഹാനും അങ്ങനെയുള്ള രാജാക്കന്മാർ, ചന്ദ്രഗുപ്ത മൗര്യൻ, ഇങ്ങനെയുള്ള എത്രയോ രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചിരുന്നു. രാജരാജ ചോളനൊക്കെ അവർക്കെല്ലാം കൂടെ ഇന്ത്യ ഒന്നാക്കാൻ പറ്റിയോ? കുറേ പ്രദേശങ്ങളെ മാത്രമേ പറ്റൂ. എന്തുകൊണ്ടാണ്? ഇന്ത്യയെ മുഴുവൻ യോജിപ്പിക്കുന്ന കണ്ണിയായിട്ട് മഹാത്മാഗാന്ധി കോൺഗ്രസ് മാറി. ആ കോൺഗ്രസിൻ്റെ ആ സ്പർശമാണ് ഇവിടെ നിൽക്കുന്നത്. അത് നെഹ്റുവിൻ്റെയോ സോണിയാഗാന്ധിയുടെയോ രാഹുൽ ഗാന്ധിയുടെയോ അല്ല. ഗാന്ധി രൂപം കൊടുത്ത കോൺഗ്രസിൻ്റെ ആ സ്പിരിറ്റാണ്. ആ സ്പിരിറ്റാണ് ഇന്ത്യയെ, ആ സ്പിരിറ്റിനെ ഇല്ലാതാക്കാൻ, ന്യായമായ മാർഗത്തിലൂടെ ഇല്ലാതാക്കാൻ എന്നറിഞ്ഞപ്പോൾ പുറകിൽ നിന്ന് കുത്തി ഇല്ലാതാക്കാൻ ആര് ശ്രമിക്കുന്നത്? മോഡി ശ്രമിക്കുന്നത്, RSS ശ്രമിക്കുന്നത്, BJP ശ്രമിക്കുന്നത്. ഇനി ഇത് മോഡി ഇതിനൊക്കെ മറികടക്കാൻ നോക്കുകയാണ്. താരിഫ് വാർ, അമേരിക്കയായിട്ടുള്ള ഞാൻ നേരിട്ട് കുസ്തിയിൽ ഏർപ്പെടുന്നു എന്നാണ് പറയുന്നത്. വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ഇതിലെന്തോ വലിയ കള്ളക്കളിയുണ്ട്. അമേരിക്ക എതിർക്കാൻ മോഡി തയ്യാറാകുന്നു. അല്ലെ പകിസ്ഥാനിലെ പട്ടാള മേധാവി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ അമേരിക്കയുടെ വൈറ്റ് ഹൗസിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരായിട്ട് യുദ്ധഭീഷണി മുഴക്കുമ്പോൾ അതിനെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? അത് ഒരു വെറും ഭീഷണി മാത്രമാണെന്ന് ട്രംപിനും അറിയാം, മോഡിക്കും അറിയാം. തൽക്കാലത്തെ ഒരു പേടിപ്പീര്. അല്ല, മോഡിക്ക് കൂടി ഒരു മൈലേജ് ഉണ്ടാകുന്നുണ്ട്. അമേരിക്കയെ എതിർക്കുന്ന, അമേരിക്കയുടെ തെറ്റായ നയങ്ങളെ എതിർക്കുന്ന ശക്തി എന്നുള്ളതിൽ അത് ചെയ്യുന്നുണ്ട്. ആ മൈലേജ് മോഡിക്ക് ഉണ്ടാകുന്നുണ്ട്. അതിനെ കൗണ്ടർ ചെയ്യാൻ കോൺഗ്രസ് ഇതിനെ നേരിടാൻ പോകുന്നത് ഈ അമേരിക്കൻ വിരോധം പറഞ്ഞ്, ട്രംപിൻ്റെ താരിഫിനെ പറ്റി പറഞ്ഞ് അത് 50 ആകുന്നു, 60 ആകുന്നു, 100 ആകുന്നു, ഇന്ത്യയിലെ കർഷകരെല്ലാം ഒഴിച്ചു പോകാൻ പോകുന്നു, ചത്തുപോകാൻ പോകും. ഇങ്ങനത്തെ പ്രചരണങ്ങളിൽ കൂടെ ഈ ഇതിൻ്റെ മെറിറ്റ് കളയും. രാഹുൽ ഗാന്ധി ഉയർത്തിയ ഈ പ്രശ്നങ്ങളെ അതിൽ അമേരിക്ക ആൻറ്റി ട്രംപ് ഫീലിംഗ് വരുത്തി. അപ്പോൾ അടുത്ത വർഷത്തിനോടെ യോജിക്കാൻ മോഡിയോട് ആൻറ്റി ട്രംപ് ഫീലിങ്ങിൻ്റെ കാര്യത്തിൽ അടുത്ത വർഷത്തിന് യോജിക്കാൻ പറ്റും. ആ സ്ട്രക്ചർ ആണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഒന്നുണ്ട്, മിനിമം മോഡി എപ്പോഴും കുറ്റപ്പെടുന്ന ഈ കോൺഗ്രസിനെ ഈ ഒരു കാര്യത്തെങ്കിലും അനുകരിക്കുക, ജനങ്ങളുടെ താല്പര്യം മനസ്സിലാക്കി ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടികളിൽ നിന്നും പിന്മാറുക. അതായത് ഇന്ദിരാഗാന്ധിയെ ചൂണ്ടിക്കാണിച്ച് പറയുന്ന ഈ ആരോപണം ഇന്ദിരാഗാന്ധി എങ്ങനെ അത് പ്രതികരിച്ചോ, അല്ലെ കോൺഗ്രസ് എങ്ങനെ പ്രതികരിച്ചോ അതുപോലെ ഇവർ മോഡിയും പ്രതികരിച്ചാൽ മതി. അതായത് സത്യസന്ധമായ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP കമ്മീഷനായി മാറ്റിയതിന് ജനങ്ങളോട് മാപ്പ് പറയും.